അസ്സലാമു അലൈക്കും. പിന്നെ കഴിഞ്ഞ ക്ലാസ് ഓർമ്മ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അല്ലായിരുന്നോ? അപ്പം ഇനി അതിൻ്റെ ബാക്കി എടുക്കാൻ പോവാണ്, ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് എവിടെയാണ് പറഞ്ഞെത്തിയത്? ആ മറാഠിയോങ്കോ ഉൻകെ ഠിക്കാനെ പഹുഞ്ച് ആ മറാഠക്കാരുണ്ടല്ലോ, അവർ എന്ത് ചെയ്തു? അവരെ വാസസ്ഥലം എന്ത് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട്, പിന്നെ അവിടെ അനാർക്കലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എന്തുണ്ട്, ദീനം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ മിഠായി വിൽക്കുന്ന സ്റ്റോറിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? 40 മില്ലി തൈര് കൊണ്ടുണ്ടാക്കിയ എന്തെടുത്തു? മറ്റേ ലസ്സി പീക്കർ. ലസ്സി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞ്, തൈരിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു പാനീയമാണ് ലസ്സി എന്ന് പറഞ്ഞാൽ. അത് കുടിച്ചുകൊണ്ട് ഒരു ഏമ്പക്കം വിട്ട് ഇവരെ മീശൊക്കെ ഇങ്ങനെ പിരിച്ച്, മനസ്സിലാവണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ബഹുത്ത് തേര് ഐസി കി തേസി. ഒരു പ്രയോഗമാണ്. ദേഷ്യം അതുപോലെ തന്നെ അത്ഭുതമൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നൊരു പ്രയോഗമാണ്. ആ പ്രയോഗം എന്ത് ചെയ്യാൻ തുടങ്ങി? അവനിങ്ങനെ വിളിച്ചു പറയാനും തുടങ്ങി. മനസ്സിലായോ? എന്നാൽ ഞാൻ അതിൻ്റെ ബാക്കി നോക്കി മനസ്സിലാവുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. शाम को जब वो अड्डे को लूटा तो खिलाफ मामूल उसे वहाँ अपनी जान पहुँचान का कोई आदमी न मिल सका। ये देखकर उसके सीने में एक अजीब व गरीब तूफ़ान बर्बाद हो गया। आज वो एक बड़ी खबर अपने दोस्तों को सुनाने वाला था, बहुत बड़ी खबर, और उस खबर को अपने अंदर से बाहर निकलने के लिए वो सख्त बेचैन था, लेकिन वहाँ कोई न था. ഇത് നമ്മൾ എടുത്തില്ലേ? അതിൻ്റെ ശേഷമുള്ളതാണ് എടുക്കാനുള്ളത്. ആദ്യ ഘണ്ട, അത് അവിടെ നിന്ന് അടഞ്ഞ് എടുക്കാനുള്ളത് ശരിക്കും ശ്രദ്ധിച്ചോളി. ആദ്യ ഘണ്ടത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്ന് മനസ്സിലാവുന്നത്. ആദ്യ ഘണ്ടത്തേക്ക് वो चाबुक बगल में दबाए स्टेशन के अड्डे की आहिनी छत के नीचे बेदली के हालत में टहलता रहा. उसके दिमाग में बड़े अच्छे अच्छे ख्यालात आ रहे था. नए कानून के निफाद की खबर ने उसको एक नई दुनिया में ला खड़ा कर दिया था. वो उस नया कानून के मुताल्लिक़ जो 1 अप्रैल को हिंदुस्तान में नाफिद होने वाला था, अपने दिमाग की तमाम पत्तियां रोशन करके गौर व फिक्र कर रहा था. उसके कानों में मराठी का ये अंदेशा, क्या ब्याज के मुताल्लिक़ भी कोई नया कानून पास होगा, बार बार गूंज रहा था, और उसके तमाम जिस्म में मसरत की एक लहर दौड़ा रहा था. ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ഇവിടെ അടുത്ത പാരഗ്രാഫ്. वो बेहद मसरूर था, खासकर इस वक्त से उसके दिल को बहुत ठंडक पहुंची जब वो ख्याल करता कि गोरों सफ़ेद चूहों, वो उनको इसी नाम से याद करता था कि तोतनियाँ नए कानून के आते ही बुलूम में हमेशा के लिए गायब हो जाएंगी. जब नत्थु गुंजा पकड़ी बगल में दबाए अड्डे में दाखिल हुआ तो उस्ताद मंगू बढ़कर उससे मिला और उसका हाथ अपने हाथ में लेकर बुलंद आवाज़ से कहने लगा, ला हाथ उधर, ऐसी खबर सुनाओ कि जी खुश हो जाए. तेरी इस गुंजी को फड़ी पर बाल उग आई. और ये कहकर मंगू ने बड़े मज़े लेकर नए कानून के मुतालिक अपने दोस्त से बातें शुरू कर दी. दौरान गुफ्तगू में उसने कई मरतबा नत्थु गुंजे के हाथ
पर जोर से अपना हाथ मारकर कहा, तो देखता रह क्या बुनिया बनता है। ये रोस वाला बादशाह कुछ न कुछ ज़रूर करके रहेगा. മനസ്സിലായോ? ഇന്നിപ്പോൾ അത്ര മതി, തൽക്കാലം അത്ര മതി. അതിൻ്റെ ഒരു അര പാരഗ്രാഫുകളായി ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞതല്ലേ. ഇന്നും നിങ്ങളിങ്ങനെ എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഒരു പ്രയാസമാവണ്ട, വേണ്ടല്ലോ. എന്നും ഇങ്ങനെ നമ്മളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ പിന്നെ സമാധാനം ഇനി വല്ലാതെ നമ്മളെ സൗണ്ടൊന്നും കേൾക്കൂല. അതാണ് ഇപ്പോൾ സമാധാനം. ഇൻഷാ അല്ലാഹ് എന്നേക്കാൾ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നല്ല നല്ല ഉസ്താദുമാർ നിങ്ങൾക്ക് വരും. നമ്മൾ ഈ ലോക്കൽ ക്ലാസ്സൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഏതായാലും പോട്ടെ. ആദ്യ ഗണ്ടേത്തക്ക്, ആദ്യം എന്ന് പറഞ്ഞാൽ അര, ഗണ്ടേത്തക്ക് അരമണിക്കൂർ വരെ. ഓ ചാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ. ബഗൽ മേ ദബായെ, ബഗൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞു, തൊക്കിൽ ദബായെ. ദബായ എന്ന് പറഞ്ഞാൽ കക്ഷത്തിൽ ഇങ്ങനെ വെക്കണതിനാണ് ദബായ എന്ന് പറഞ്ഞാൽ അമർത്തുക എന്നൊക്കെ. അങ്ങനെ അരമണിക്കൂർ വരെ അവന് പിന്നെ അവൻ്റെ ആ ചാട്ടവാർ കക്ഷത്തിൽ ഇങ്ങനെ അമർത്തിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ, സ്റ്റേഷൻ കെ അഡ്ഡേക്ക് ആഹിനി ചത്തുക്കെ നീച്ചെ. സ്റ്റേഷൻ എന്നിട്ടത് വായിക്കഞ്ഞ് വേറെ എന്തെങ്കിലും വായിക്കണ്ട, അറ്റൻഷൻ എന്നൊന്നും വായിക്കണ്ട. സ്റ്റേഷൻ്റെ അഡ്ഡേക്ക്, അഡ എന്ന് പറഞ്ഞാൽ ആ താവളം, അഡ്ഡേക്ക് ആഹിനി ചത്തുക്കെ നീച്ചെ. ആഹിനി എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ, ചത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, വാർപ്പ്, അതിനൊക്കെയാണ് ചത്ത് എന്ന് പറയാം. ആഹിനി ചത്കെ നീച്ചെ, അതിൻ്റെ താഴെ, ആഹിനി അതിൻ്റെ താഴെ, ചത്ത് പറഞ്ഞാൽ തട്ടിട്ട, നീച്ച അതിൻ്റെ താഴെ. ബേദിലിക്ക് ഹാലത്മേ, ബേദിലി എന്ന് പറഞ്ഞാൽ ഹൃദയമില്ലാത്ത അവസ്ഥ, ബേദിലി അഥവാ ഒരു ഹാലിൽ നിന്ന്. ടഹൽത്താ രഹ, എന്ത് ചെയ്തു, അവനിങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നു. ഉസ്കെ ദിമാവ്, അവൻ്റെ എന്തിൽ, അവൻ്റെ ബുദ്ധിയിൽ, ദിമാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ തലച്ചോറിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയിൽ ബഡെ അച്ഛ ഖിയാലാത്ത് ആ രഹത്ത, നല്ല നല്ല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഉസ്താദ് മങ്കുവിൻ്റെ ഹൃദയത്തിൽ, ചിന്തയിൽ. എന്താണ് ചിന്തകൾ? നയ കാനൂൻ കെ നഫാദ് കി ഖബർ इसको एक नई दुनिया में लाकड़ा कर दिया था. नए कानून के नफाद की खबर, नए कानून के പുതിയ നിയമത്തിൻ്റെ നഫാദ് കി, നഫാദ് എന്നാൽ നടപ്പിലാകുന്നതിൻ്റെ ഖബർ, അതിൻ്റെ വാർത്ത. ഉസ്കോ അവൻക്ക് ഏക്ക് നെയ്, ഒരു ദുന്യാമെ, ഒരു പുതിയ ഒരു ലോകത്ത് ലാക്കട കർദിയാത്ത. ലാക്കട് കർണ പറഞ്ഞാൽ, ലാക്കട് എന്ന് പറഞ്ഞാൽ നിർത്തിയിരുന്നു എന്നൊക്കെയാണ്. അഥവാ അവനെ ഒരു പുതിയ ഇതിങ്ങനെ വരുന്നത്, അവനെങ്ങനെ വേറൊരു പുതിയൊരു ദുന്യാവ് വരുന്നുണ്ട് എന്ന രൂപത്തിലാക്കിയിരുന്നു എന്ന് മനസ്സിലാവുണ്ടാവും. ഓ ഉസ് നയ കാനൂൻ കെ മുതാലിക്, അവൻ ആ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ജോ പഹ്ലി ഏപ്രിൽ കോ, ഏപ്രിൽ ആദ്യത്തിൽ ഹിന്ദുസ്ഥാൻ മേ നാഫിദ് ഹോന വാലാത്ത, എന്ത് ആ പുതിയ നിയമം ഉണ്ടല്ലോ, അത് ഏപ്രിൽ തുടക്കത്തിൽ ഇന്ത്യയിൽ വരാനുള്ളതായിരുന്നു, നടപ്പിലാകാനുള്ളതായിരുന്നു. अपने दिमाग की तमाम पत्तियां रोशन करके और फिक्र कर रहा था. अपने दिमाग की, തൻ്റെ തലച്ചോറിൻ്റെ, തൻ്റെ ചിന്തയുടെ, തമാം പത്തിയ, മുഴുവൻ, പത്തിയ എന്ന് പറഞ്ഞാൽ തിരകൾ എന്നാണ്. അഥവാ എല്ലാ തിരകളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ തിരകളും എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് മനസ്സിലാവണ്ട, എല്ലാ തിരകളും എടുത്ത്, എല്ലാ തിരകളും റോഷൻ കർക്ക്, എല്ലാ തിരകളും കത്തിച്ചിട്ട് ഓരോ ഫിക്കർ കർരഹാത്ത, ചിന്തിച്ചു കൊണ്ടേയിരുന്നു മനസ്സിലാവണ്ട. ഒരു പ്രയോഗമാണ് തിരകൾ കത്തിച്ചിട്ട്. ഉസ്കെ കാനോമേ, അവൻ്റെ ചെവികളിൽ മറാഠക്കാരുടെ അന്തേശ, ഈ ആശങ്കയുണ്ട്. അന്തിയശ എന്ന് പറഞ്ഞാൽ, അന്തേശ പറഞ്ഞാൽ ആശങ്ക, ഈ ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക? ക്യാ ബ്യാജ് के मुतालिक भी कोई नया कानून पास होगा, പലിശയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ പുതിയ നിയമം പാസ്സാവുമോ? അവരന്ന് ചർച്ച ചെയ്തിരുന്നില്ലേ, പലിശയുമായി ബന്ധപ്പെട്ട
പുതിയ നിയമം വരൂലേ എന്നുള്ളത് അവർ ആ സംസാരത്തിൽ അവൻ്റെ വാഹനത്തിൽ ഇരുന്നിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയും ആരുടെ ഹൃദയത്തിലുണ്ട്? നമ്മുടെ മങ്കുവിൻ്റെ. ബാർ ബാർ, ഞാൻ സ്പീഡ് പോവട്ടെ, നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. ബാർ ബാർ ഒരുപാട് പ്രാവശ്യം കോഞ്ച് രഹാത്താണ്. കോഞ്ച് രഹന എന്നാൽ മുഴങ്ങുക. और उसके तमाम जिस्म में मसरत की एक लहर दौड़ा रहा था. അവൻ്റെ ഉസ്കെ തമാം ജിസ്മ, അവൻ്റെ ശരീരത്തിൽ മുഴുവൻ മസറത്തിക്ക് ഏക്ക്, സന്തോഷത്തിൻ്റെ ഒരു ലഹർ എന്ന് പറഞ്ഞാൽ അലയടിക്കാണ് ലഹർ. ദോട രഹത്ത പറഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ അതിങ്ങനെ സന്തോഷം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. മനസ്സിലാവണില്ലേ? മനസ്സിലാവണ്ടല്ലോ അല്ലേ? സന്തോഷം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഓ ബേഹദ് മസ്റൂർ താ, അവൻ അറ്റമില്ലാത്ത സന്തുഷ്ടവാനായിരുന്നു. ഖാസ്കർ ഇസ് വക്ത് ഉസ്കെ ദിൽ കോ ബഹുത്ത് ടണ്ടക് പോഞ്ചി, പ്രത്യേകമായിട്ട് ഉസ്കെ ദിൽ കോ, അവൻ്റെ ഹൃദയത്തിൽ ബഹുത്ത് വളരെയധികം ടണ്ടക്, ടണ്ടക് എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പ് പറഞ്ഞാൽ ഒരു സന്തോഷം, പോഞ്ചി എത്തി. ജബ് എപ്പോഴാണോ ഓ ഖിയാൽ കർത്ത, അവൻ ചിന്തിച്ചതൊക്കെ എന്തെന്നാൽ ഗോറോ, ഈ വെള്ളക്കാരുണ്ടല്ലോ, സഫീദ് ചൂഹോ, വെള്ള എലികളാണ്. ഓ ഉൻകോ ഇസി നാം സെ യാദ് കർത്താത്ത, ഓന് വെള്ളക്കാരെ ഈ പേരിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഓർമ്മിച്ചിരുന്നത്. എന്ത്? സഫേദ് ചൂഹോ, വെള്ള എലികൾ. വെള്ളക്കാർ ശരിക്കും ഒരു വെള്ള നിറല്ല കാരണം. അപ്പോൾ അവന് വെള്ള എലികൾ എന്നുള്ള പേരിലായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, അവരെ വിളിച്ചിരുന്നത്, അവരെ ഓർമ്മിച്ചിരുന്നത്. പിന്നെ അഥവാ സഫേദ് ചൂഹോൻ കി തൂത്തനിയ, തോത്തിനി നട വയ്ക്കുക. തോത്തിനിയ എന്ന് പറഞ്ഞാൽ, തോത്തിനി എന്ന് പറഞ്ഞാൽ മോന്ത എന്നറിയില്ലേ? മുഖത്തിന് നമ്മൾ എന്ത് മറ്റൊരു ഭാഷയിൽ എന്തെന്ന് പറയും, മോന്ത എന്ന് പറയും. അപ്പോൾ തോത്തിനിയ എന്ന് പറഞ്ഞാൽ മോന്ത. അപ്പോൾ ആ വെള്ള എലികളുടെ മോന്ത നയ കാനൂൻക്ക് ആത്തേഹി ബുലോമെ, ആ വെള്ള മോന്തുള്ള എലികളുണ്ടല്ലോ, അവർ പുതിയ നിയമം വരുമ്പോൾ, ആത്തേഹി വരുമ്പോൾ, ബുലോം എന്ന് പറഞ്ഞാൽ മാളം, ഹമേശ കേലിയ ഓയ്മോ ജായെങ്കി, എന്നേക്കുമായിട്ട് മറയാൻ സാധ്യത ഉണ്ട് എന്ന്. മനസ്സിലാവുണ്ടോ? ബുലോം എന്ന് പറഞ്ഞാൽ മാളം, ഹമേശ കേലിയെ എന്നേക്കുമായി ഓയ് ഭോജായെങ്കിൽ എന്ത് ചെയ്യും, മറയാൻ സാധ്യതയുണ്ട് എന്ന്. നിങ്ങളെ നമ്മളെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എന്നായിക്കോട്ടെ, ഒരു 4 വരും പാടാ എടുക്കല്ലേ? നിനക്ക് എന്താടാ അതിലൊന്നും തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ജബ് എപ്പോഴാണോ നത്തു എന്ന് പറഞ്ഞ ഒരാളെ പേരാണ്, നത്തു. എങ്ങനത്തെ നത്തു? ഗുഞ്ച എന്ന് പറഞ്ഞാൽ കഷണ്ടിയായ നത്തു. പഗടി എന്ന് പറഞ്ഞാൽ തലപ്പാവ്. ഇനി നത്തു എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അർത്ഥം വെക്കണ്ട. ബഗൽ മേ ദബായെ, ബഗൽ എന്ന് പറഞ്ഞാൽ കക്ഷത്തിൽ, ദബായെ കക്ഷത്തിൽ എടുത്തത്. അഡ്ഡമേ ദാഖിൽ, അങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രവേശിച്ചത്. ദാഖിൽ ഹുവാത്തോ ഉസ്താദ് മങ്കു ബഡീക്കർ ഉസ്സെ മില, എന്ത് ചെയ്തു, ഉസ്താദ് മങ്കു ബഡ്കർ എന്ത് ചെയ്ത്, എഴുന്നേറ്റിട്ട് ഉസ്സെ മില, അവനുമായിട്ട് കണ്ടുമുട്ടി. और उसका हाथ अपने हाथ में लेकर बुलंद आवाज से कहने लगा, അവൻ്റെ കൈ, ആ നത്തു എന്ന ഗുഞ്ച കഷണ്ടിക്കാരൻ്റെ കൈ എന്ത്, തൻ്റെ കയ്യുമായിട്ട് പരസ്പരം കൈ കൊടുത്തിട്ട് ബടേ വലിയ ആവാസ്, ബുലന്ദ് ആവാസ് സെ കഹനെ ലഗ, ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ലഹാത്ത് ഉദർ, ലഹാത്ത് പിന്നെ കൈ തരാതെ. ലാഹാത്ത് ഇതർ, ലാഹാത്ത് പറഞ്ഞാൽ കൈയില്ലാതെ, അഥവാ കൈ കൂടാതെ ഇവിടെ എന്ന് പറയാൻ തുടങ്ങി. ഐസി അഥവാ അങ്ങനെ പറയുന്നത് അതെന്താ അറിയോ, ഒറ്റ ഇവിടെ ഒരു കരം. നമ്മളിപ്പം എന്ത് ചെയ്യണം, പുതിയ
നിയമം വരികയല്ല. അപ്പോൾ ഒറ്റക്കരത്തിൽ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു പ്രയോഗമാണ്. ഐസി ഖബർ സുനാവോ, ഇങ്ങനത്തെ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ വന്നിട്ട്. എന്തെന്നാൽ ജി ഖുഷ് ഹോ ജായേ, നിങ്ങൾ നന്നായിട്ട് സന്തോഷിച്ചോളൂ, നമ്മളിനി നമ്മളെ എല്ലാം ഒറ്റ കൈയാവാൻ പോവാണ്. മനസ്സിലായോ? ഓരോ ശല്യം ഇനി ഉണ്ടാവില്ല. ആരെ? ഈ സഫേദ് ചൂഹ, വെള്ള എലികളുടെ. മനസ്സിലാവണില്ലേ? തേരി ഇസ് ഗുഞ്ചി കോ ബഡേ 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 പർ ബാൽ ഉഗ് ആയി. എന്ത്? ആ കഷണ്ടിയുടെ മേൽ എന്ത് ചെയ്തു? മുടി ഉഗ് ആയി, എന്ത് ഇങ്ങനെ മുളക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഔർ ഏ കഹ്കർ, ഇത് പറഞ്ഞിട്ട് അവസാനത്തെ 2 വരി പറയാൻ പോവാണ്. ഏ കഹ്കർ, ഇത് പറഞ്ഞിട്ട് മങ്കൂനെ ബഡേ മസേ ലേലിയേക്കർ, വളരെയധികം മസേ എന്ന് പറഞ്ഞാൽ ആനന്ദം, രസത്തിനൊക്കെയാണ്. മസേദാർ എന്നൊക്കെ പറയില്ല, മധുരമുള്ളത്, നല്ല ചൂടുള്ളത്, നല്ല രസമുള്ളത് എന്നൊക്കെ. മസേ മങ്കൂനെ മസേ ലേക്കർ, വളരെ ആനന്ദനായിട്ട് നയ കാനൂൻ കെ മുതാലിക്, നയ കാനൂനുമായി പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് അപ്പിനെ ദോസ്ത് സെ, തൻ്റെ കൂട്ടുകാരനിൽ നിന്നും ബാത്തേൻ ഷുറൂ കർദേ, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്ത് പറയാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നെത്തു, മൊട്ടയല്ല കഷണ്ടിക്കാരനായിട്ടുള്ള നെത്തുവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ദൗറാനെ ഗുഫ്തുഗുമേ, ഈ സംസാരത്തിനിടയിൽ, ഗുഫ്തുഗു സംസാരത്തിനിടയിൽ, ഉസ്നെ കൈ മർത്തബ, ഒരുപാട് പ്രാവശ്യം, നെത്തു ഗുഞ്ചെ കെ ഹാത്ത് പർ, ഈ നെത്തു എന്ന കുഞ്ച, ഈ കഷണ്ടിക്കാരൻ്റെ ഹാത്ത് പർ, കൈയിൻ്റെ മേൽ, സോർ സെ, നല്ല ഉച്ചത്തിൽ, നല്ല ഉറക്കെ, അപ്പിനെ ഹാത്ത് മാർക്കർ കഹ, തൻ്റെ കൈ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറഞ്ഞു, തോ ദേഖ്താ രഹ്കയാ കയാ ബൻതാ ഹെ, നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. തോ ദേഖ്താ രഹ്കയാ ബൻതാ ഹെ, നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ നിയമം എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമെന്ന്. മനസ്സിലാവണ്ട. റോസ് വാല ബാദ്ഷാ, റോസ് വാല ബാദ്ഷാ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനാണ് എന്തെന്ന് പറയാം, റഷ്യയിൽ നിന്ന് വന്ന രാജാവ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പണ്ടൊക്കെ ഈ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയാൻ ഭയങ്കര പ്രയാസമായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അല്ലേ? എന്നൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ മാറിയില്ലേ? അപ്പോൾ ജവഹർലാൽ നെഹ്റു, റോസ് വാല ബാദ്ഷാ, ഈ ജവഹർലാൽ നെഹ്റു കുച്ച് ന കുച്ച് ജറൂർ കർക്കെ രഹേങ്ക, എന്ത് ചെയ്തും തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, ചെയ്യുന്നു. അഥവാ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് മൂപ്പര് ഉദ്ദേശിച്ചത്. മനസ്സിലാവുണ്ടോ? ഇല്ലേ? മനസ്സിലായില്ലേ? ഇനിയും ഒരുപാടുണ്ട് കേട്ടാ. നമുക്കിങ്ങനെ സ്പീഡ് പോയാൽ ഇത് തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തീരൂല. അപ്പോൾ ഇന്ന് തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇവിടെ മതിയില്ലേ? നമ്മളെ കഥൻ്റെ ഒപ്പം നിങ്ങൾ വരുന്നില്ലേ? കഥയുമായിട്ടുള്ള ഒരു ബന്ധവും ടച്ചൊക്കെ നിൽക്കില്ലേ? സംശയങ്ങളൊക്കെ ചോദിക്കട്ടാ. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ ടഫാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഉഷാറാക്കാൻ നോക്കുക, ശ്രമിക്കുക. പരമാവധി പഠിച്ചിട്ടേ. അപ്പോൾ ഇതിലുള്ള ഒരു വേർഡ്സുകൾ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കട്ടിയുള്ള. നെത്ത് ഒരാളെ പേരാണ്. ഗുഞ്ച എന്ന് പറഞ്ഞാൽ എന്ത്? കഷണ്ടി. പിന്നെ റോസ് വാല ബാദ്ഷാ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. പിന്നെ സഫേദ് ചൂഹ എന്ന് പറഞ്ഞാൽ വെള്ള എലികൾ. തോത്തിനിയ എന്ന് പറഞ്ഞാൽ തോത്തിനി പറഞ്ഞാൽ മോന്ത. പിന്നെ ബഗൽ എന്ന് പറഞ്ഞാൽ ത്വക്ക്. ജാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ, നമ്മൾ പഠിച്ചതാണ്. നഫാദ് പറഞ്ഞാൽ നടപ്പിലാകുക. മനസ്സിലാവണ്ട? പിന്നെ അന്തേഷ പറഞ്ഞാൽ എന്താ? ആശങ്ക. ഗോഞ്ച് രഹത്തെ എന്ത് ചെയ്യുക? മുഴങ്ങിയിരുന്നു.
കോഞ്ചിന. മനസ്സിലാവണ്ട? ഈ വേർഡുകളൊക്കെ നല്ല ഉഷാറായിട്ട് പഠിച്ചു വരും അടുത്ത ക്ലാസ്സിന് കേട്ടോ. ചോദ്യം ചെയ്യലൊക്കെ ഉസ്താദ്മാർക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കാക്കരുത്, നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം. മനസ്സിലാവുണ്ടോ? ഇല്ലേ? നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തൽക്കാലം ഇവിടെ മതി. അടുത്ത ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറാക്കാം. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.